കാലിക്കറ്റ് സർവകലാശാല VC MK ജയരാജനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയിൽ നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സാമ്പത്തിക ക്രമക്കേടിലൂടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന ഹർജിയിലാണ് നടപടി. MK ജയരാജ്, മറ്റ് എതിർകക്ഷികൾ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. സിൻഡിക്കേറ്റ് അംഗം റഷീദ് അഹമ്മദാണ് ഹർജിക്കാരൻ. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല VCക്കെതിരെയുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്തെല്ലാമാണ് ചൂണ്ടിക്കാട്ടിയത്? കാലിക്കറ്റ് സർവകലാശാലയെ ASRS നടപ്പാക്കിയതിലും അതിനുവേണ്ടി ബജറ്റിനും എസ്റ്റിമേറ്റിനും പുറത്ത് പണം അനുവദിക്കാൻ വൈസ് ചാൻസലർ MK ജയരാജ് നടത്തിയ നീക്കങ്ങൾ സർവകലാശാലയ്ക്ക് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. നിയമവിരുദ്ധമായി പണം അനുവദിച്ചത് വഴി MK ജയരാജ് അവിഹിത സ്വത്ത് സമ്പാദനം നടത്തി എന്നാണ് ഹർജിക്കാരനായ സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ആരോപണം. പുനർമൂല്യനിർണ്ണയത്തിനുള്ള ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിനായി ഓട്ടോമാറ്റിക് സിസ്റ്റം നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇത് സർവകലാശാലയ്ക്ക് ഗുണമല്ലെന്നും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഫിനാൻസ് ഓഫീസർ നോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആ നോട്ട് മറികടന്ന് സർവകലാശാല ഈ നടപടിയുമായി മുന്നോട്ട് പോയി. 9 കോടി രൂപയാണ് ആദ്യം എസ്റ്റിമേറ്റ് തീരുമാനിച്ചത്. 9 കോടിയിൽ ആരംഭിച്ച പദ്ധതി ഏകദേശം പൂർത്തിയാകുമ്പോൾ 26 കോടി രൂപയിലെത്തി. ബജറ്റിൽ പറഞ്ഞ തുകയ്ക്ക് മുകളിലേക്ക് ചിലവ് അധികരിച്ചിട്ടും ഈ പറഞ്ഞ തുക മുഴുവൻ കരാറുകാർക്ക് നൽകിയാണ് VC ചെയ്തത് എന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. ഇത്തരം ആരോപണം ഉന്നയിച്ച് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ VCക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഏതായാലും ഹർജി പിന്നീട് പരിഗണിക്കാനായി കോടതി മാറ്റി. ശരി ഷബ്ന, കാലിക്കറ്റ് സർവകലാശാല VC MK ജയരാജനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സാമ്പത്തിക ക്രമക്കേടിലൂടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് ഹർജിയിൽ പറയുന്നത്.